ശ്രീ സണ്ണിക്കുട്ടി, ഇപ്പോൾ തരൂരിന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇന്നത്തെ പ്രതികരണം അദ്ദേഹം നടത്തിയത് തിരുത്തലാണോ അതോ പറഞ്ഞത് ഒന്നുകൂടി വിശദീകരിക്കുകയാണോ? അദ്ദേഹത്തിനെതിരായിട്ടൊരു വലിയ ശക്തമായ എതിർപ്പ് അല്ലെങ്കിൽ വിമർശനം ഉണ്ടായപ്പോൾ അല്പമൊന്ന് തണുപ്പിക്കാനുള്ളൊരു ശ്രമമാണ് അദ്ദേഹം നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇന്നലെ എൻ്റെ ലേഖനത്തിൽ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഉണ്ടായ വ്യവസായ വികസനത്തെപ്പറ്റി പരാമർശിച്ചില്ല എന്ന വിമർശനങ്ങളുണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിനുള്ളൊരു വിശദീകരണം പോലെയാണ്. അതായത് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതല്ലല്ലോ വിഷയമായത്. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം മോഡിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ, അല്ലെങ്കിൽ മോഡിയുടെ അമേരിക്കൻ സന്ദർശനത്തെ, അതിൻ്റെ നേട്ടത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഫലപ്രാപ്തിയെ വാഴ്ത്തിക്കൊണ്ട് നടത്തിയ പരാമർശങ്ങൾ ഇതൊക്കെയാണല്ലോ. പക്ഷേ അദ്ദേഹം ഇന്ന് ഈ ലീഗിൻ്റെ വിമർശനങ്ങൾ വന്നപ്പോഴാണ്, കോൺഗ്രസിൻ്റെ വിമർശനമല്ല, ലീഗ് സംഗതി അത് ഏറ്റെടുക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തപ്പോൾ. കാരണം ആൻ്റണിയുടെ കാലം മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന ഒരാളാണ് PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ CPM-ൻ്റെ കഴിഞ്ഞ 3-4 വർഷത്തെ 2,90,000 പുതിയ സംരംഭങ്ങൾ, 2 മിനിറ്റ് ഉണ്ടെങ്കിൽ ഉടനെ വ്യവസായം തുടങ്ങാൻ മുതലായ തട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ തട്ടിയത്. ഈ 2,90,000 സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് CPM-നോട് പറയാനുള്ളത്, ഞാൻ ശശി തരൂരിനോടല്ല, അദ്ദേഹത്തിൻ്റെ കാര്യമല്ല, ഗവൺമെൻറ് അത് അല്ലെങ്കിൽ P. രാജീവ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട്, എങ്കിൽ ശശി തരൂരിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചല്ലോ. എങ്കിൽ ഈ ലിസ്റ്റൊന്നും ഇതാ, നമുക്ക് ഈ 2,90,000 140 മണ്ഡലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ എത്ര സംരംഭങ്ങൾ വരണം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായ വിമർശനത്തിന് അതിനെ കണ്ടില്ലെന്ന് അദ്ദേഹം നടിക്കുന്നില്ല. അതേസമയം ലീഗിൻ്റെ ഭാഗത്തു നിന്നുകൂടി അതുണ്ടായപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം നൽകാനോ ശ്രമിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അങ്ങനെ ചെയ്തു. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നൊരു പ്രധാന കാര്യം, പഴയ കഥകളല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ വ്യവസായ രംഗത്തെ നേട്ടത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു സ്കോപ്പ് കുറച്ചു കൊണ്ടുവരുന്നതിനും അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഇനി എത്രത്തോളം ഗുണം ചെയ്യും അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഡാമേജ് ഇതിനകം വന്നു കഴിഞ്ഞു. ഡാമേജായിട്ട് അദ്ദേഹം കരുതുന്നുണ്ടാവില്ല. കോൺഗ്രസ് വിമർശിക്കുന്നതോ UDF വിമർശിക്കുന്നതോ അല്ലെങ്കിൽ എതിർപ്പുണ്ടാകുന്നതോ ഒന്നും അദ്ദേഹം ഒരു ഡാമേജായിട്ട് കരുതുന്നില്ല. അദ്ദേഹം ആഗോള പൗരനാണല്ലോ, അദ്ദേഹം ഇന്ത്യൻ പൗരനല്ല, ആഗോള പൗരനായതുകൊണ്ട് അദ്ദേഹത്തിനെ ഇതൊന്നും ബാധിക്കില്ല. പക്ഷേ എന്നാലും പാർട്ടിയിലൊക്കെ നിന്ന് പോകണമല്ലോ, ഇവിടെ MP ആയിട്ട് 2-3 വർഷം കൂടെ ഒക്കെ നിൽക്കണമല്ലോ, 3-4 വർഷം കൂടെ നിൽക്കണമല്ലോ. അതിനുള്ള ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ മാറ്റമൊന്നും വരുത്തിയിട്ട്. സ്മൃതി, ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളിപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ, അത് ഈ വിമാനത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അദ്ദേഹം ഈ തിരുവനന്തപുരം മുതൽ വടക്കോട്ടൊന്ന് യാത്ര ചെയ്തിട്ട് റോഡ് മാർഗം MC റോഡിലും നാഷണൽ ഹൈവേയിലും ഈ CPM-ൻ്റെ വ്യവസായ നയത്തിൻ്റെ, പഴയകാല CPM-ൻ്റെ വ്യവസായ നയത്തിൻ്റെ സ്മാരകങ്ങൾ, അസ്ഥികൂടങ്ങളെപ്പോലെ ഈ നിരത്തുകളുടെ ഇരുവശങ്ങളിൽ ഉയർന്നു നിൽക്കുന്നത് അദ്ദേഹത്തിന് കാണാം. വാസ്തവത്തിൽ ഈ കേരള സംസ്ഥാനത്തെ വ്യവസായ വളർച്ചയുടെ കാര്യത്തിൽ ഇതുപോലെ പിന്നോട്ടടിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുത്ത സർക്കാർ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം വസ്തുതകളാണെന്നിരിക്കെയാണ് അദ്ദേഹം അവസരത്തിലാണോ അനവസരത്തിലാണോ, അത് ഏത് അവസരത്തിലാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയത് എന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ മോഡിയെ വാഴ്ത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം വന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്, അവിടെ എന്തോ കാര്യങ്ങൾ നടന്നു, അവിടെ എന്തോ ഒരു കാര്യവും നടന്നിട്ടില്ല, ഒരു ധാരണയും ഉണ്ടായിട്ടില്ല. ഈ F-35 വിമാനം എന്നൊക്കെ പറഞ്ഞത് ഇന്ത്യ അങ്ങോട്ട് വാഹനാഗ്രഹം പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ്. ഈ നിരീക്ഷണ വിമാനങ്ങൾ 3-4 എണ്ണം വാങ്ങുന്നത് സംബന്ധിച്ച് മാത്രമേ ധാരണയായിട്ടുള്ളൂ. സൈനിക സഹകരണ കരാർ അത് പഴയത് പുതുക്കുന്നത് മാത്രമാണ് അവിടെ നടന്നത്. ഈ F-35 എന്നൊക്കെ പറഞ്ഞാൽ 10, 50, 100 വിമാനങ്ങളുണ്ടെങ്കിലേ നമുക്ക് യുദ്ധരംഗത്ത് അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആളുകൾ നമ്മളിത് വാങ്ങാൻ പോകുന്നു, ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൈനയെ തോൽപ്പിക്കാം എന്നൊക്കെ BJPയുടെ ആളുകൾ പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കാര്യം. ഡീപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവിടെ വേണ്ട രേഖകളില്ലാതെ, അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്ത് നിന്ന് അവിടെ ഒളിച്ച് താമസിക്കുന്നതും രഹസ്യമായി താമസിക്കുന്നതൊന്നും ശരിയല്ല. അത്തരം ആളുകളെ തിരിച്ചയക്കുക തന്നെ വേണം. അയക്കുന്നത് മാന്യമായിട്ട് വേണമെന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. അതെ, അതിൽ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്നതിൽ ഒരു പ്രതിഷേധ സ്വരം പോലും മോദി പ്രകടിപ്പിച്ചില്ല എന്നൊരു വാചകം ശശി തരൂരിൽ നിന്ന് കേട്ടില്ല. അതെ, ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഒരു വാക്ക് ഞാൻ തീർക്കട്ടെ. ഈ തരൂർ ഇത് പറയുമ്പോൾ
അല്ലെങ്കിൽ ഞാനവിടെ വലിയ നേട്ടം ഉണ്ടാക്കിയെന്ന് മോഡി വലിയ പിന്നെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇന്ന് വെളുപ്പിന് അമൃത്സറിൽ വന്നിറങ്ങിയ 116 യാത്രക്കാരെ അവരെ ഇന്ന് കയ്യിൽ പിന്നെ വിലങ്ങണിയിച്ച് കാലുകളിൽ ചങ്ങലയിട്ടാണ് കൊണ്ടുവന്നത്. 15 ദിവസം അവർക്ക് കുളിക്കാനോ പല്ല് തേക്കാനോ അവസരം ഉണ്ടായില്ല. നരകയാതന അനുഭവിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഒരു തടവറയിലായിരുന്നിരിക്കാം. അപ്പോഴെന്താ നമ്മുടെ ഈ പ്രധാനമന്ത്രി അവിടെ നമ്മുടെ ട്രംപുമായിട്ട് ഹായ് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു എന്ന് ഓർക്കണം. അതിനെയാണ് അദ്ദേഹം വാഴ്ത്തിയത്. അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടെ ശ്രദ്ധിക്കണം. അദ്ദേഹം രഹസ്യമായിട്ട് പിന്നെ നമ്മുടെ മോദി ഇങ്ങനെ ചങ്ങലയിട്ട് കൊണ്ടുവന്നതിനെ വിമർശിച്ചു കാണാം. അങ്ങനെയാണോ ഒരു ശശി തരൂരിനെ പോലെ ഒരു സ്റ്റേറ്റ്സ്മാൻ അങ്ങനെ രഹസ്യമായി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അങ്ങനെയെങ്കിൽ അതിനുശേഷം വന്ന ഇന്ത്യക്കാരുടെ കാലിൽ ചങ്ങല ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിലൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാടില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.